നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത വീഡിയോൻ്റെ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരേ മോഡലിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ നോട്ടിലുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതൊക്കെ കൂടുതൽ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. y is equal to x log x plus tan x all raised to x എന്ത് ചെയ്യും, നമ്മൾ u is equal to എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x raised to log x. സോറി, ഞാനിവിടെ എഴുതിയപ്പോൾ ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. x log x അല്ല, x raised to log x ആണ്. x raised to log x. u is equal to x raised to log x എന്ന് കൊടുത്തു. നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. അപ്പോൾ എന്ത് വരും, യുവിനായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/u ഇൻറ്റു du ബൈ dx is equal to log x. ഇനി log xൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് 1/x പ്ലസ് log x ഇൻറ്റു 1/x എന്ന് വരും. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതിൽ ഒരു സ്റ്റെപ്പ് വിട്ടു പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും ലോഗ് എടുക്കും. അതായത് log u is equal to log x ഇൻറ്റു log x ഇങ്ങനെ കിട്ടും. അതായത് ആ കിട്ടുന്നത് log x ഇൻറ്റു log x കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ വെച്ചിട്ടാണ്. x റേസ് log x എന്ന് പറയുമ്പോൾ log x ഇൻറ്റു x എന്ന് വരും. അങ്ങനെയാണ് ആ ഒരു റൂൾ വെച്ചിട്ടാണ് log u is equal to log x ഇൻറ്റു log x എന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. യുവിനല്ല നമ്മൾ നേരത്തെ ചെയ്ത log u is equal to log x ഇൻറ്റു log x കിട്ടില്ല. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1/u ഇൻറ്റു du ബൈ dx ദാറ്റ്സ് ഈക്വൽ ടു log x ഇൻറ്റു 1/x പ്ലസ് log x ഇൻറ്റു 1/x എന്ന് കിട്ടും. അപ്പോൾ 1/u ഇൻറ്റു du ബൈ dx is equal to ആണ് log x ഇൻറ്റു 1/x പ്ലസ് log x ഇൻറ്റു 1/x എന്ന് പറയുന്നത്. അപ്പോൾ du ബൈ dx കാണാൻ നമ്മൾ യുവിനെ ഇപ്പുറത്തോട്ടുണ്ട്. അതായത് u ഇൻറ്റു log x ബൈ x പ്ലസ് log x ബൈ x എന്ന് കിട്ടും. അതായത് u ഇൻറ്റു log x ബൈ x പ്ലസ് log x ബൈ x, അതായത് 2 ഇൻറ്റു 2 വട്ടമല്ലേ, അതായത് ഇതൊരു വട്ടം ഇതൊരു വട്ടം. അപ്പോൾ 2 ഇൻറ്റു നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു log x ബൈ x എന്ന് കിട്ടി. ഇതാണ് നമ്മൾ du ബൈ dx എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. നമുക്ക് യുവിന് നമുക്കൊന്നുകൂടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. യുവിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ du ബൈ dx is equal to u അല്ല, u ഇൻറ്റു എന്നല്ലേ, യുവിന് നമ്മൾ നേരത്തെ എടുത്ത x log x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x log x ഇൻറ്റു ഇങ്ങനെ നമ്മളതിനെ 2 ഇൻറ്റു log x ബൈ x എന്ന് വരും. അപ്പോൾ ഇനി യുവിൻ്റെ കേസ് ഇവിടെ നിർത്തുക. ഇനി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഈ x റേസ് ടു log xനെയാണ്, അതായത് ഈ x റേസ് ടു log xനെയാണ് നമ്മൾ u ആയിട്ട് എടുത്തത്. ഇനി ഈ tan x ബൈ x ഇല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, v ആയിട്ട് എടുക്കും. ഇതിനെ v ആയിട്ട് എടുക്കുമ്പോൾ v is equal to tan x all raised to x എന്ന് കിട്ടും. ഇനി ഈ വിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമുക്ക് എന്ത് കിട്ടും, 1/v dv by dx is equal to x into 1 by tan x
സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ് ഇൻറ്റു 1. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ചെയിൻ റൂള്, ഇതൊക്കെ പ്രൊഡക്റ്റ് റൂള്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ dv/dx ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, ഈ വിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അതായത് 1/v എന്നുള്ളത് ഇൻറ്റു വി ആവും, എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു 1/tan x അല്ല, അത് നമുക്ക് ഇങ്ങനെ എഴുതാം, സീക്ക് സ്ക്വയർ എക്സ് ബൈ tan x പ്ലസ് ലോഗ് ടാൻ എക്സ് ഇൻറ്റു 1, അതായത് ലോഗ് ടാൻ എക്സ്. 1നെ കൊണ്ട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അത് ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ്. അതായത് നമ്മളൊന്ന് വീനെ നമ്മൾ നേരത്തെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. ടാൻ എക്സ് ഓൾ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ്. ഇനി നമുക്ക് കാണേണ്ടത് dy/dx ആണ്. നമുക്ക് dy/dx അല്ലേ ക്വസ്റ്റനിൽ കാണാൻ പറ്റുന്നത്. അതായത് dy/dx ഇസ് ഈക്വൽ ടു du/dx പ്ലസ് dv/dx. അതായത് ആ അഡീഷൻ്റെ രണ്ട് സൈഡിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ dy/dx കിട്ടും. അപ്പോൾ നമ്മൾ du/dx ഇവിടെ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. du/dx എന്തായിരുന്നു? du/dx എക്സ് റേസ് ലോഗ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു ലോഗ് എക്സ് ബൈ എക്സ്. അതുപോലെ dv/dx നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. dv/dx എന്ന് പറയുന്നത് ടാൻ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിലൊന്നുമില്ല, ഈ dy/dx കാണാൻ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച du/dx dv/dx എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു du/dx എന്ന് പറയുന്നത് എക്സ് റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു log x by x, 2 into log x by x പ്ലസ് ഇവിടെ എഴുതാൻ സ്പേസ് ഇല്ല, ടാൻ എക്സ് ഓൾ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ് എന്ന് കിട്ടും. ഞാനിവിടെ എഴുതുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഞാൻ നോട്ട് എന്തായാലും ഷെയർ ചെയ്യാം, ഇവിടെ അത്ര സ്പേസ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ dy/dx എന്ത് കിട്ടി, എക്സ് റേസ് ടു ലോഗ് എക്സ് ഇൻറ്റു 2 ലോഗ് എക്സ് ബൈ എക്സ് പ്ലസ് ടാൻ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ലോഗ് ടാൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അധികം ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്, പക്ഷെ അത്ര ടഫാണെന്നും പറയാൻ പറ്റില്ല. നോർമൽ ഡിഫറൻഷിയേഷൻ പഠിക്കുക, അതുപോലെ പ്രൊഡക്റ്റ് റൂള്, ചെയിൻ റൂള്, ഇത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. ഇതേ മോഡൽ കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ നോട്ടിൽ വരുന്നുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഒരു ടൈപ്പുള്ള കുറേ പ്രോബ്ലംസ് ഇതൊക്കെ എന്ത് ചെയ്യുക, കുറേ തവണ എഴുതി പഠിക്കുക. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തറവായിട്ട് നിൽക്കും. ഓൾ ദി ബെസ്റ്റ്.